വീഡിയോയിലോട്ട് വന്നാലോ? ഇന്നത്തെ വീഡിയോ ജനുവരിയിലെ 2026 ജനുവരിയിലെ ഫസ്റ്റ് ഞങ്ങളുടെ മൂന്നാർ ട്രിപ്പാണ്. അങ്ങോട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കൂടെ ഉണ്ടാവണം. ഓക്കെ, ഈ ട്രിപ്പ് തുടങ്ങിയിരിക്കണതേ എറണാകുളം കാക്കനാട് നിന്നാണ് കേട്ടോ. ഞങ്ങളിപ്പോ പൊക്കോണ്ടിരിക്കണത് പെരുമ്പാവൂരിലേക്ക്. നമുക്ക് അവിടുന്ന് ഒരാളെ പിക്ക് ചെയ്യാനുണ്ട്. പിന്നെ അവിടുന്ന് നമ്മള് നേരെ പിന്നെ മൂന്നാറിലേക്ക്. ബാക്കിൽ നമ്മുടെ തരുണി മണികൾസ് ഒക്കെ ഇരിപ്പുണ്ട്. ഓണായിട്ടില്ല. രണ്ടും ഓണാവണമെങ്കിൽ ചെറിയൊരു കോടയൊക്കെ തുടങ്ങി എന്നാലേ ഒരു ഓണാവുള്ളൂ. അതുവരെ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇവിടുത്തെ ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോ നമുക്ക് തണുപ്പുണ്ട്. ഇന്ന് നല്ല കുറച്ച് തണുപ്പുണ്ട് ഈ ഏരിയയില്. അപ്പൊ ആ ഒരു പ്രതീക്ഷയാണ്. അവിടെ കോടയും തണുപ്പൊക്കെ കിട്ടിയാൽ മതിയാണ്. പാറമട എവിടെയാടാ? കാണാൻ പറ്റില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. ഓക്കെ, ഇപ്പോ കാറി കയറിയ ആള് എന്റെ ഉമ്മച്ചിയാണ് ട്ടാ. ഇന്നത്തെ നമ്മുടെ ട്രിപ്പിൽ ഇതാ ഇത്രയും പേരുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് വേഗം ചെയ്തേ. നമ്മളുടെ ഈ ട്രിപ്പ് പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഇതിപ്പോ പെരുമ്പാവൂർ ടൗൺ ആണേ. ഇന്ന് ഒരു ദിവസം കൊണ്ട് മൂന്നാർ ഫുൾ കവർ ചെയ്യാൻ പറ്റുമെന്നും അറിയില്ല. മാക്സിമം എന്നാലും നോക്കണം. പെരുമ്പാവൂർ കഴിഞ്ഞപ്പോൾ ആ സിറ്റിയുടെ ഫീലൊക്കെ ഒന്ന് കുറഞ്ഞു സ്ലോലി നേച്ചർ വൈബൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡും പച്ചപ്പും ദൂരെ മലകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ദേ പോണ് നമ്മുടെ KSRTC. എന്താണെന്ന് അറിയാൻ പാടില്ല, എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്താലും ഒരു ഫ്രെയിമിലെങ്കിലും KSRTC പെടും. അതൊരു ഫീലും ആണ് കേട്ടോ. ഞാൻ ഭയങ്കര KSRTC ഫാനാണ് കേട്ടോ. ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും KSRTC ഫാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ നേര്യമംഗലം ജംഗ്ഷൻ എത്തിയേക്കാണ് കേട്ടോ. ദൂരേക്ക് നോക്കിയാൽ മലകളൊക്കെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ ഒരു ത്രില്ലാണ്. നമ്മളെങ്ങനെ നേര്യമംഗലം പാലം വരെ എത്തിയിട്ടുണ്ട്. മഴക്കാലം തുടങ്ങിയാൽ അതാ ഈ റൂട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു വ്യൂ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ആ പച്ചപ്പ് പിടിച്ച ഒരു മലനിരകളുടെയും ഒരു വല്ലാത്തൊരു വ്യൂ ആണിത്. അത് മഴക്കാലത്ത് മാത്രം കിട്ടുന്ന ഒന്നാണ്. ഇവിടെ ഇടത് സൈഡ് പുതിയ പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ പാലത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ദ ഗേറ്റ് വേ ഓഫ് ഹൈ റേഞ്ച് എന്നാണ് ഈ പാലത്തിന് അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് മൂന്നാറിൻ്റെ വൈബ് ഓണാവണം മക്കളെ. അതുമാത്രമല്ല കേട്ടോ, ഈ പാലത്തിൻ്റെ വേറൊരു മെയിൻ പ്രത്യേകത എന്താ വെച്ചാൽ ഏഷ്യയിലെ തന്നെ ക്ലാസ് A ബ്രിഡ്ജുകളിൽ ഒന്നാണ് ഈ പാലം, നേര്യമംഗലം പാലം. ഇത് 1935 എങ്ങാണ്ടാന്ന് തോന്നുന്നു ഈ ബ്രിഡ്ജിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞത്. പുതിയ പാലത്തിൻ്റെ പണി കൊടുക്കുന്നതുകൊണ്ട് എപ്പോഴും ഈ വഴി പോകുമ്പോൾ ബ്ലോക്കാണ് ഈയിടെയായിട്ട്. പാലം കഴിഞ്ഞു, നമ്മളിതേ ഇടുക്കി ഡിസ്ട്രിക്റ്റിലേക്ക് കടന്നിരിക്കുകയാണ്. പിന്നെ ഈ റോഡിൻ്റെ അവസ്ഥ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. വളരെ മോശമാണ്. റോഡിൽ നിറച്ച് കുണ്ടും കുഴിയാണ്. ഇപ്പോൾ ഈ റോഡിന് വീതി കൂട്ടുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റോഡ് ഈ അവസ്ഥയിലയക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് വണ്ടി നിർത്തിയാണ് കേട്ടോ, ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി. വെള്ളമൊക്കെ കുടിച്ച് ഫേസൊക്കെ ഒന്ന് കഴുകി പിള്ളേർ സ്നാക്സൊക്കെ ഒന്ന് കഴിച്ച് കുറച്ച് നേരം ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു. ഒരു 5 മിനിറ്റ്സ് വണ്ടി സൈഡാക്കിയിട്ട് പിന്നെ നമ്മളുടെ യാത്ര തുടങ്ങാൻ പോവാണേ. ദേ വരുന്നു പിന്നെ KSRTC. അങ്ങനെ നമ്മളിതാ ചീയപ്പാറ വാട്ടർഫോൾസ് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. മൂന്നാറിലേക്ക് പോകുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഒന്നും ഇവിടെ ഇറങ്ങാതെ പോവാറില്ല. അതുകൊണ്ട് തന്നെ ഉപ്പിലിട്ടതും ഐസ്ക്രീമും ടോയ്സും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ ഷോപ്സ് അവിടെ ഇവിടെയൊക്കെ ഈ ഒരു ഏരിയയിലുണ്ട്. ഞാൻ കൊടുത്തോട്ടെ, ചക്കളു അതൊക്കെ എരിവുണ്ട്, കുഴപ്പമുണ്ടാ. ഇത് മതിയാ, ഇത് തിന്നോ. ഞാൻ കൈ തൊട്ട്. ജനുവരിയിലെ ചീയപ്പാറയിലെ വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഒട്ടും വെള്ളമില്ല. മൂന്നാറിലേക്ക് ഈ റൂട്ടിൽ കൂടെ പോണവരെ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കണ പോലെ അവിടുത്തെ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ജനുവരിയിലെ ചീയപ്പാറയുടെ ഇതാണ് ലുക്ക്. ചീയപ്പാറയിൽ ഞങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്തു കേട്ടോ. അവിടെ നിന്ന് ഇപ്പോൾ ഒരു 2-2.5 കിലോമീറ്റർ അങ്ങോട്ട് നീങ്ങിയപ്പോൾ വോളറ വാട്ടർഫോൾസ് എത്തിയിട്ടുണ്ട്. ഇത് പിന്നെ റോട്ടിൽ നിന്ന് തന്നെ നല്ലൊരു സൈറ്റിങ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് അവിടെ ഇറങ്ങി നിന്ന് നിൽക്കേണ്ട ആവശ്യം വന്നില്ല. പിന്നെ അതുപോലെ ടൈമും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വന്ന് അടിമാലി വരെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടേ പോവുള്ളൂ. എല്ലാവർക്കും വിശപ്പൊക്കെ ആയിട്ടുണ്ട്. ഓരോരുത്തർ ഓരോ സൈഡും ഓരോ റെസ്റ്റോറൻറ്റ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. നല്ല ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് കണ്ടേ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടേ ഇനി മൂന്നാർക്ക് പോവുള്ളൂ. കുറേ അങ്ങ് പോന്നു കഴിഞ്ഞപ്പോൾ ഒരു ഹോട്ടൽ കിട്ടി കേട്ടോ. ഹോട്ടൽ ഇഫ്താർ. ഫുഡ് കഴിക്കാം.
നാരങ്ങ മിഠായി. ആർക്കൊക്കെ നാരങ്ങ മിഠായി ഇഷ്ടമാണ്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ആ ഷോപ്പിൽ കണ്ടതാ നാരങ്ങ മിഠായി. നേരത്തെ ഞാൻ റോഡിൻ്റെ കാര്യം പറഞ്ഞില്ലേ നിങ്ങളോട്, ഇതാണ് അവസ്ഥ. ഏതാണ്ട് നേര്യമംഗലം പാലത്തിന് മുമ്പേ മുതൽ മൂന്നാർ അടുത്ത് വരെ റോഡ് ഫുൾ ഇങ്ങനെ തന്നെയാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റോഡ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മൂന്നാറിൻ്റെ ഓരോ സൈഡ് എത്തുമ്പോൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു വ്യൂ കിട്ടും. അങ്ങനെ മുമ്പിൽ പിന്നെയും ഒരു KSRTC കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പുറകെ കുറേ നേരം ഞങ്ങൾ വെച്ച് പിടിച്ചിട്ടാ. ഒരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. ബാക്കി റോഡൊക്കെ പണി നടക്കുന്നതുകൊണ്ട് നമ്മൾക്ക് ഇതിൻ്റെ പുറകെ തന്നെ പിടിക്കാനേ പറ്റുള്ളൂ. അങ്ങനെ ഇവിടെ നിന്ന് അങ്ങ് ഇനി തേയിലത്തോട്ടത്തിൻ്റെ വ്യൂസാണ് കേട്ടോ. അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് റോഡ് സൈഡിൻ്റെ പല ഭാഗത്തും നമുക്കിനി തേയിലത്തോട്ടങ്ങൾ കാണാൻ പറ്റും. ഓക്കേ ബൈ. എന്നാലും മറ്റേ എക്സസൈസ് അങ്ങനെ നമ്മളുടെ യാത്ര മൂന്നാർ ടൗൺ വരെ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് മൂന്നാർ KSRTC സ്റ്റാൻഡ്. ഈ കിടക്കുന്ന ബസ്സുകളൊന്നും പോകാനുള്ള ബസ്സുകളല്ല. നേരത്തെ തന്നെ ഇവർ സൈറ്റിൽ കയറി ബുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബെഡും AC ഒക്കെ ആയിട്ട് കിടക്കാൻ പറ്റിയ ഓരോ ബസ്സുകളാണത്. അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. അങ്ങനെ നമ്മളിതാ ജംഗ്ഷനൊക്കെ എത്തി. ഇനി ഇവിടുന്ന് എങ്ങോട്ട് എന്നൊരു പ്ലാനേ ഇല്ല. ഇറങ്ങി വന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് എന്താണോ മൈൻഡിൽ തോന്നുന്നത് അവിടേക്ക് അങ്ങ് പോവുക എന്ന പ്ലാനിലാണ് ഇപ്പം ഇരിക്കുന്നത്. മൂന്നാർ ടൗൺ എത്തിയിട്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തണുപ്പൊന്നുമില്ല ഇവിടെ. ഒരു 10-12 പ്രാവശ്യം മൂന്നാർ വന്നിട്ടുണ്ട്. ലൈഫിലിപ്പോൾ ഇത് ആദ്യമായിട്ടാണ് മൂന്നാർ ഇങ്ങനൊരു ക്ലൈമറ്റിൽ നമുക്ക് കിട്ടുന്നത്. പോരാത്തതിന് നല്ല ചൂടും വെയിലും ഒക്കെ ഉണ്ട്. മൂന്നാറാണെന്ന് തോന്നണേ ഇല്ല. ഇതിപ്പോൾ ഒരു ഉച്ച ടൈമാണ്. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേനൊക്കെ ചിലപ്പോൾ തണുപ്പ് വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കണു. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ എക്കോ പോയിന്റ്, മാട്ടുപ്പെട്ടി ഡാം അങ്ങനെയൊക്കെയാണ്. അങ്ങോട്ടേക്കുള്ള വീഡിയോ നമ്മൾ അടുത്ത പാർട്ടിലാണ് ഇടുന്നത്. എല്ലാവരും മിസ് ചെയ്യാതെ കാണണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്കും കമൻറ്റും ഒക്കെ ഇങ്ങ് പോരട്ടെ. ഇതിൻ്റെ ചെറുതുണ്ടോ? സുഭാഷ്